ഇന്ന് നമുക്കിതാ ഇതുപോലെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വറുത്തരച്ച ചിക്കൻ കറി ആയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു, ബേ ലീഫ് എന്നിവ ഇട്ട് നമുക്ക് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഒത്തിരി ഒന്നും ഫ്രൈ ആവണ്ട, ചെറുതായിട്ട് ഒരു മീഡിയം ഫ്രൈ ആയാൽ മാത്രം മതിയേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 കപ്പ് തേങ്ങയുടെ ആവശ്യം എനിക്ക് വേണ്ടി വന്നുള്ളൂ. നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആദ്യം നമ്മളൊരു ഹൈ ഫ്ലെയിമിലിടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഇട്ട് വറുത്ത് തുടങ്ങുമ്പോഴത്തേക്കിന് നമുക്കൊരു ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഇനി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആവശ്യമായ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു സവാളയുടെ പകുതി, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്. ഇത്രയും സാധനമാണ് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാമേ. ഇനി അതേ കടായിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കടുക് ഉപയോഗിക്കുന്നില്ല, പെരിഞ്ജീരകമാണ് എടുത്തേക്കുന്നത്. പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിനൊന്ന് ചേർത്ത് കൊടുക്കാമേ. ഈ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഏകദേശം ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇനി ഒന്ന് അരച്ചെടുക്കാവേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കുമ്പോൾ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കണേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകുമേ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമേ. ചില മുളകിനൊന്നും അത്ര വലിയ എരിവുണ്ടാവില്ലല്ലോ, അപ്പം മുളക് പൊടി കുറച്ച് കൂടുതലിടുക. മുളകിന് നല്ല എരിവാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് കുറച്ചിടുക, അങ്ങനെയൊക്കെ ചെയ്യണേ. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണേ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമേ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കനിൻ്റെ പീസ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് ഗ്രേവിയിലൊന്ന് മുക്കി കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് തന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കാമേ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ വളരെ രുചികരമാണ്. ഞാനിവിടെ ഒരു ലിഡ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയേ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാമേ. ഉപ്പ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനിയും ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച മസാലയാണ്, അതും കൂടി ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് തൂവി കൊടുത്തിട്ട്
ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പിക്കൊന്ന് ലൈക്ക് തരണേ. നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.